ചെക്കനും പെണ്ണിനും ഒന്ന് രണ്ട് സംസാരിക്കാനുണ്ടെങ്കിൽ മൂന്നോ നാലോ ഒക്കെ സംസാരിക്കട്ടെ. ഫണ്ണ് തന്നെ പോയി സംസാരിച്ചിട്ട്. നീ വരുന്നില്ലേ? പോയി സംസാരിക്കണം. അച്ഛനല്ലേ അത്? നൈസ്. ഒരച്ഛനേ ഉള്ളൂ? സോറി, ഒറ്റ മോളല്ലേ? ഓക്കെ. ടെൻഷനോ? ചെറുതായിട്ട്. ഇതിൽ ശരിയായ മതിയായിരുന്നു. സത്യം. TMT കമ്പിയ മാമുണ്ടായിരുന്നു. മാമല്ല പാപ്പം ഉണ്ടെന്ന്. പ്രേമമുണ്ടോന്ന് ചോദിക്കേ. ഉമ്മ കൊടുക്കണോ? വേറെ പ്രേമൊന്നും ഇല്ലായിരുന്നോ? ഉണ്ടായിരുന്നു, പക്ഷെ അവൻ സീരിയസ് അല്ലായിരുന്നു. ഇനി സീരിയസ് ആവുകയാണെങ്കിൽ കല്യാണത്തിന്റെ തലേന്നൊന്നും പറഞ്ഞാലല്ലേ? ലോൺ എടുത്തിട്ടൊക്കെയാ കല്യാണം നടത്തുന്നേ. അവരിപ്പോ 7-8 ഒക്കെ സംസാരിച്ചെന്നു. തീരുമാനമൊന്നും പറഞ്ഞില്ല. ഞാൻ അച്ഛനോട് പറഞ്ഞോളാം. നല്ല ഫ്രഷ് ഡയലോഗ്. പറഞ്ഞിരുന്നാ മതി. അങ്ങനെ ഇതും പോയി. ഇതും പോയി. അടുത്തത് പിടിക്ക. തോണ്ടാവള് ചേട്ടാ 2 പാക്കറ്റ് കപ്പലണ്ടി. അവളുടെ അച്ഛൻ്റെ കപ്പലണ്ടി പൊട്ടി. കൺഫേം. വണ്ടി എടു. പോവാ. പറഞ്ഞു ഞാൻ കൈകാര്യം ചെയ്തോളാം. അച്ഛാ, ഞങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ടൂറ് പോവാൻ കുറച്ച് പൈസ വേണമായിരുന്നു. എന്തോന്നാ മോണാക്ട് മിമിക്രി ഒരുമിച്ചാ? മാറിയില്ലടാ. എടാ, ഞാനൊക്കെ പഠിച്ചോണ്ടിരുന്ന സമയത്തെ കല്ലും മുള്ളും നിറഞ്ഞ വഴി കൂടെ പൊക്കോണ്ടിരുന്നത്. ഇങ്ങേരെന്ത് ശബരിമലയ്ക്ക് ടൂർ പോയത്? പിന്നെ പഠിക്കണമെങ്കിൽ പോസ്റ്റിന്റെ വെട്ടത്തിന്റെ അടിയിരുന്നാലേ പാച്ചാൻ പറ്റത്തുള്ളായിരിക്കും. അച്ഛൻ എത്രാം ക്ലാസ് വരെ പഠിച്ച്? 2ാം ക്ലാസ്. APPL ആപ്പിളന്ന് പാച്ചാൻ വേണ്ടിയാണെങ്കിൽ പോസ്റ്റിന്റെ അടിയിൽ പോയിരുന്നത്. അല്ല, നിനക്കൊക്കെ എത്ര രൂപ ടൂർ ഫീസ്? 5000. കഴിഞ്ഞ പരീക്ഷയുടെ ചോദ്യ പേപ്പർ ഇങ്ങോട്ട്. ഇതിൽ നിന്ന് ഞാൻ 5 ചോദ്യം ചോദിക്കും. ഓരോ ചോദ്യത്തിനും 1000 രൂപ. പക്ഷെ ഉത്തരം പറയണ്ടേ? എന്താണ് ഗ്ലോബൽ വാർമിംഗ്? നല്ല പോഷകമുള്ള ചപ്പാത്തി ഉണ്ടാക്കുന്ന മാവ്. ഗോതമ്പ്. ഇത് ഗ്ലോബൽ വാർമിംഗ് വേറെ. അറിഞ്ഞൂടച്ച. 1000 കട്ടെ. എന്താണ് ന്യൂട്ടന്റെ വേണ്ട 2ാമത്തെ ചലന നിയമം? ന്യൂട്ടന്റെ 1ാമത്തെയും 3ാമത്തെയും ഇടയിലുള്ള ചലനമാണ് 2ാം ചലന നിയമം. എടാ, അത് ഭയങ്കര സംഭവമായി പോയല്ലോടാ. അത് ഭയങ്കര സംഭവമായിരുന്നു. അന്നത് അവധിയൊക്കെ ഉണ്ടായിരുന്നു. 2000 കട്ടെ. അടുത്ത കെമിസ്ട്രി എന്ന് പറഞ്ഞേ കെമിക്കൽ ലൈം സോഡയുടെ ഫോർമുല ഞാൻ പറയാം. ആദ്യം 2 ചെറുനാരങ്ങ എടുത്തിട്ട് പിന്നെ ഒരു സോഡ എടുത്തിട്ട് 3000. വെള്ളം വലിയ ഒഴിക്കുന്ന ഡയറക്റ്റ് സോഡ കഴിക്കൂ. 2000 രൂപ ചോദ്യമുണ്ട്. ഇനി 1000 കിട്ടിട്ട് എന്തിനു മന്തിനാ? വിവരമില്ലാത്തവന്മാര്. അല്ല, അച്ഛന് ഭയങ്കര അറിവില്ലേ? ഒരു ചോദ്യം ചോദിച്ചാലോ? ഓക്കെ. അതെ, കേരളത്തിന്റെ തലസ്ഥാനം ഏതാ? ഇന്ത്യ. കറക്റ്റ്. ബാബുവ. താടിയെ വിട, ടൈഗർ സിന്ദാ ഹൈ. അവന്മാർക്ക് മാറ്റമൊന്നും തോന്നില്ലേ? എന്താ മോനെ, വഴിയെല്ലാം ചോദിക്കാൻ നിൽക്കുവാണോ? ഞങ്ങൾക്ക് ഒരു വഴി അറിയണം. ഞങ്ങൾ പെരുവഴിയില്ല. ഈ വധൂരി ഇത് എവിടെ? എടാ, ഷമീറിന്റെ ഫോൺ. ഷമീറിനെ നീ എന്താടാ ചെയ്തത്? വിടറാ പട്ടികളെ. ഇത് ഞാനാടാ ഷമീർ. ഇതെന്തു പറ്റിയടാ? അതൊരു ടൈഗർ വണ്ണില് സൽമാൻ ഖാനെ പിടിച്ച്. ഇത് ടൈഗർ ബാമിട്ട ചൊക്ലിക്കാൻ. ഹാൻഡ്സം ആയിരുന്നു നീ. ഹാൻഡ്സ് വെച്ച പോലെ ആയല്ലോടാ. വിടറാ. ഒരു ചേഞ്ച് ഒക്കെ ആർക്കും ആവാം എന്ന് വെച്ച് കളിയാക്കിയോണ്ടല്ല. എന്നാലും ഇതെങ്ങനെ സംഭവിച്ചു? അത് ട്രിമ്മർ. വാപ്പ. ഷമീർ എന്തിയടാ? ഒരേ കാണും. എന്തു പറ്റി? പാർട്ടി ഫണ്ട് പിരിച്ചു വെച്ചിരുന്ന ബക്കറ്റ് എടുത്തോണ്ട് പോയിട്ട് അവൻ കുളിമുറിലെ ബക്കറ്റ് എടുത്ത് വെച്ചേക്കുന്നു. ഓ, കള്ളൻ. ഇവനാറാ? മോനാ? ആരുടെ? എന്റെ വാപ്പാടെ. മൂത്താപ്പാടെ മോനെ എന്റെ. ഞാൻ കണ്ണടച്ചുണ്ടാക്കിയവനോട് പറയണം മര്യാദക്ക് വീട്ടിൽ വന്നോണു. മോനെ ഇവന്റെ കൂടെ ഒന്നും നടന്ന് പിഴക്കല്ലേ നീ? ഇല്ല പാപ്പ. ഇല്ല മാമ. തന്തയ്ക്ക് പോലും മോനെ അറിയാൻ ഇല്ലെങ്കിൽ പിടിച്ച് ഒരച്ചേനെ. സംഗീതത്തിൽ 7 സ്വരങ്ങളാണുള്ളത്. സ, ഷഡ്ജം, ഋഷഭം. ഇതിൽ നിന്ന് ഞാൻ എങ്ങനെ ലളിതഗാനം ഉണ്ടാക്കിയെടുക്കും? മധാമ. എടാ, ഗാന്ധാരം. മാതളം, ഓറഞ്ച്.
എടാ നീയൊക്കെ ഇവിടെ എത്ര നാളുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് മൂളുന്നറാ? മാഷ് ബ്രോ കുറച്ച് ബീറ്റുള്ള സോങ്സ് തരാൻ പറ്റുമോ? എങ്ങനെ? ലൈക്ക് മാഷിന്റെ ദേഹത്ത് ലോറി കേറി എങ്ങനെ എടുക്കും ബോഡി, മാഷിന്റെ മോള് ഒളിച്ചോടി കൂടെ ഞാനും ഓടി. നിന്റെ തന്ത ഈ പിച്ചും പേയും മാറ്റി ശുദ്ധ സംഗീതം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കൊണ്ടുവന്നിരുത്തിയേക്കുന്നത്. മാഷെ എനിക്കൊരു പുതിയ പാട്ട് വേണം. എന്റെ അവിടെ നിന്ന് നിങ്ങളൊരു സംഗീത മാഷല്ലേ? സംഗീത മാഷാന്ന് പറഞ്ഞ കൈ പാട്ട് വേണോ? അങ്ങനെ ബാങ്കിൽ പണി എടുക്കുന്നവന്മാരുടെ എല്ലാവരുടെ കയ്യിൽ കാശ് വേണമല്ലോ അല്ലേ? മാഷ ആദ്യം കമ്പോസ് ചെയ്ത പാട്ടേതാ? അത് ഞാനും ദാമോദർ മാഷും കൂടി ഒരു പ്ലാറ്റ്ഫോമിൽ വേദി പാടിയ ഒരു പാട്ടാണ്. ആ പാട്ട് മതി ഞങ്ങൾക്ക്. അതങ്ങനെ പാടാൻ പറ്റില്ല. മാഷ ആ പാട്ട് പറഞ്ഞു തരുവാണെങ്കിൽ 6 മാസത്തെ ഫീസ് ഞങ്ങൾ ഇപ്പൊ തരും. അങ്ങനെയാണോ? ആ പ്ലാറ്റ്ഫോം നമ്പർ ഏക് ഗാഡി ആ ഗയാ. എന്താ അത് എട്ടിപ്പിടിച്ചതാ. കെട്ടിപ്പിടിച്ചോ? ആരെ? നിന്റെ തന്തേ. പാട്ട് കേക്കടാ. നോട്ട് ചെയ്യട്ട്. ഉമ്മ ഖദീജ വാപ്പ കോയ ഉപ്പ ഹീറോ ഉമ്മ മീൻകാരി സന്തോഷത്തോടെ ട്രെയിനിൽ കയറി ബോംബ് പൊട്ടി തവിടെ പൊടിയായി. മാഷെ കോപ്പി റൈറ്റ് അടിക്കത്തില്ല, ഞാൻ ഈ പാട്ട് റാപ്പ് ആയിക്കോട്ടെ. പിന്നെന്ത്? ഉമ്മ ഖദീജ വാപ്പ.